എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. ഷുഗർ കഴിക്കാൻ പാടില്ല, എണ്ണ പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള വാട്ടർ, പെപ്സി, കൊക്കോള അങ്ങനെയുള്ളതൊന്നും പാടില്ല. ശരിക്കും എന്ത് കഴിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ ഡയറ്റിലുള്ളത് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പൊറോട്ട, ചോറ് ഒഴിവാക്കിക്കൊണ്ട് 2 ചപ്പാത്തി അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇത് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് എന്താണോ ഈ ഡയറ്റിലുള്ളത് അത് മാത്രം കഴിക്കാം. വേറെ ഔട്ട്സൈഡായിട്ടുള്ള ഒരു സാധനം പോലും കഴിക്കാൻ പാടില്ല. നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫുഡി എന്ന് പറയുന്നത് ഞാൻ അതുപോലെ ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്കിത് ഡയറ്റ് നോക്കാൻ പറ്റുമെന്ന് വരികിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. എനിക്ക് ഈ ഡയറ്റ് വർക്കൗട്ട് ആയതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം, പലരും പലതും പറയും, പക്ഷേ നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. നിങ്ങൾ ഈ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും. എന്നാണോ അങ്ങനെ ടേസ്റ്റ് ഇതുപോലുള്ള ഫുഡിന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അത്രയും വലിയ ഫുഡി ഞാൻ കണ്ടിട്ടില്ല വേറൊരാൾ. ഇതിനകത്ത് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതെൻ്റെ ഫ്രണ്ട്സ് കാണുന്നതാണ്, എൻ്റെ കോളേജിൽ പഠിക്കുന്നവർ കാണുന്നതാണ്. ഞാൻ 15 പൊറോട്ട വരെ കഴിച്ചിട്ടുണ്ട്. 15 പൊറോട്ട അതിൻ്റെ കറി. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് ഓരോ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം 45 ഇഡലി വരെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരു ഫുഡിയാണ്. ഒരു പാത്രം ചോറ്, അതിൻ്റെ കറി. എന്നെക്കൊണ്ട് ഈ ഡയറ്റ് ഒരു തവണ കഴിച്ച് ട്രാൻസ്ഫോർമേഷൻ നടത്താമെന്ന് വരികിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് സക്സസ് ആവും. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പൂൺ വെച്ച് കഴിക്കാൻ ശീലിക്കുക. കാരണം എന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് കയ്യ്, ചോറ്, മനസ്സ് ആയിട്ടൊരു ഭയങ്കര സിങ്കാണ്. അപ്പോൾ നമ്മൾ ഒരു ആർത്തിയോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ സ്പൂൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മീഡിയേറ്ററായിട്ട് സ്പൂൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സിങ്ക് അങ്ങ് നഷ്ടപ്പെടും. കുറച്ച് നാളെ നമ്മൾ സിങ്ക് ഇല്ലാതെ നമുക്ക് കഴിക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഡയറ്റ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനാണെങ്കിൽ ഡേ 1 സ്റ്റാർട്ട് ചെയ്തപ്പം പറയുന്നുണ്ട്, ഡയറ്റ് കിട്ടിയായിരുന്നു എനിക്ക് നല്ലതായിരുന്നു, നമുക്ക് തുടങ്ങാമായിരുന്നു, ഡയറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഗുഡ് ലൈഫിൽ പേഴ്സണൽ ട്രെയിനർ ആയിരുന്ന സമയത്ത് ഒരുപാട് മലയാളികൾ വരുമായിരുന്നു പേഴ്സണൽ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് അസസ്മെൻറ്റ് കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എല്ലാ റൊട്ടീനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഡയറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡയറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഡയറ്റ് പറയുമ്പോൾ അവർ പറയും, ഓ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, ഇത് ഞാൻ ഏറ്റു, ഇത് ഒരു പ്രശ്നമില്ല. ഞാൻ അപ്പം പറയും, ഒരിക്കലും ഡയറ്റ് തെറ്റിക്കരുത്. നമുക്കൊരു 6 മാസത്തേക്കൊക്കെ ട്രെയിനിങ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയും 6 മാസം 1 ഇയർ ഒക്കെ. അപ്പോൾ ഞാൻ പറയും 6 മാസത്തേക്ക് ഈ ഡയറ്റ് തെറ്റിക്കരുത്, ഓരോ മാസം കഴിയുമ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് തരാമെന്നും പറയും. അപ്പോൾ പറയും ഇത് സിമ്പിളാണ്, ഞാൻ ഏറ്റു. അങ്ങനെ പോയതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പം ഇവരെന്നെ കാണുമ്പം പറയുന്നത്, അജയ് അടുത്ത മാസത്തെ ഡയറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു ഇതേപോലൊക്കെ തന്നെയാണ്, ചില സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കും, ചിലത് ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഓ ഇത് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഒരുവിധം എല്ലാവരുടെയും. അപ്പം നിങ്ങൾ ഇങ്ങനെ ആവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീ വിത്ത് ലെമൺ. ഓക്കെ, ഇതിനകത്ത് ഒരു മാജിക്കുമില്ല. അല്ലാതെ ഇപ്പോൾ ഗ്രീൻ ടീ വിത്ത് ലെമൺ രാവിലെ വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ വണ്ണം കുറയുമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം പറഞ്ഞു പോകണം. അല്ലാതെ നമ്മളെല്ലാം ഒരുമിച്ചൊരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ പോകാം. നിങ്ങൾക്ക് ഈ ഡയറ്റ് എപ്പോഴായാലും ഉപകാരപ്പെടും. അപ്പം ഞാനിങ്ങനെ പറയാതെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ പണ്ട് ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവരൊരു ജ്യൂസ് അല്ലെങ്കിൽ വേറൊരു ടൈപ്പിൽ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ 3 കിലോ കുറഞ്ഞു, 4 കിലോ കുറഞ്ഞു എന്നൊക്കെയുള്ള ആൾക്കാരുടെ റീൽസ് നമ്മളെല്ലാവരും കണ്ടു കാണും. പക്ഷേ പിന്നീട് അവരെ 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം പിന്നെ അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിനുശേഷം പിന്നെ അവർ കുടിച്ചാൽ കുറയത്തില്ല. ഇതെന്താണെന്ന് വെച്ചാൽ, അവരിത് കുടിച്ചിട്ട് ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ വാട്ടർ കട്ടാവുന്നതാണ് ബോഡിയിൽ. നമ്മുടെ ശരീരത്തിലെ വെള്ളം കട്ടാവുന്ന സമയത്ത് ഒരു 2-3 കിലോ ഈസി ആയിട്ട് ഒരു 7 ദിവസം കൊണ്ടങ്ങ് കുറയും. അല്ലാതെ അതിനകത്ത് ഒരു മാജിക്കുമില്ല. ഞാൻ അതന്നേ പറയണം ഉദ്ദേശമാണ്, സന്ദർഭവശാൽ പറഞ്ഞതാണ്. അപ്പം രാവിലെ നമ്മൾ ഗ്രീൻ ടീ എടുക്കുന്നു. ഗ്രീൻ ടീ എടുത്തതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് വെറും വയറ്റ് നമുക്ക് എടുക്കും. ഇനിയും ഇത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അയൺ ഡെഫിഷ്യൻസി കുറവുള്ളവർ ഇത് എടുക്കരുത്. അതുപോലെ അസിഡിറ്റി ഉള്ളവർ ഇത് എടുക്കരുത്. അവർക്കൊക്കെ വയറിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇതുപോലുള്ള ആൾക്കാരെല്ലാം എടുക്കൽ. നോർമൽ ആൾക്കാരൊക്കെയാണെന്ന് വരികയിൽ രാവിലെ ഒരു ഗ്രീൻ ടീ വിത്ത് ലെമൺ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എപ്പോഴാണോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ആ സമയം എടുക്കേണ്ടതാണ് ഓട്സ് വിത്ത് ബ്ലൂബെറി. ഇത് നമ്മളുടെ വിശപ്പിനെ ശമിപ്പിക്കുകയും ഇതിനകത്ത് അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്, നമുക്ക് വയറൊന്ന് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. ഓട്സ് വിത്ത് ബ്ലൂബെറി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്നതാണ് 4 മുട്ട. ഈ 4 മുട്ടയിൽ 4 മുട്ടയുടെ വെള്ളയും ഒരു മഞ്ഞക്കുരു മാത്രമേ കഴിക്കത്തുള്ളൂ. ഒരു ഫുൾ മുട്ടയെ 3 വൈറ്റും എടുക്കും. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഒരു മുട്ടയുടെ വൈറ്റിനകത്ത് 3 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 12 ഗ്രാം പ്രോട്ടീൻ വൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഒരു ഫുൾ എടുക്കുന്നതുകൊണ്ട് 6 ഗ്രാം പ്രോട്ടീനും കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുട്ടയുടെ വെള്ള കഴിക്കാം. വെള്ളയ്ക്കകത്ത് 1% പോലും ഫാറ്റില്ല. പക്ഷേ ഈ യോക്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് ഒരുപാടുണ്ട്. പക്ഷേ ഒരുപാട് മിനറൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ മുട്ട എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഫുഡ് വെയിങ് സ്കെയിൽ. സോ ഇത് നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നൊരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് മസ്റ്റായിട്ടും വേണ്ടിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര കലോറിയാണോ എടുക്കുന്നത്, അതായത് എത്ര ഗ്രാം ആണോ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നത് മസ്റ്റാണ് ഇതിനകത്ത്. കാരണം നമ്മൾ ചുമ്മാ സ്പൂൺ വെച്ചിട്ട് അളന്ന് കോരി എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇത് 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. 2 വർഷം ഇത് യൂസ് ചെയ്യാതിരുന്നിട്ട് കൂടി ഇതിനൊരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പം
ഇത് മസ്റ്റായിട്ടും വേണ്ടിയ സാധനമാണ്. ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ റൈസും ചിക്കനുമാണ്. റൈസ്, ചിക്കന്, സലാഡാണ്. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഏക ഫുഡ് എന്ന് പറയുന്നത്. റൈസ്, ചിക്കന്, സലാഡാണ്. അപ്പോൾ സലാഡ് നിങ്ങൾ ഉണ്ടാക്കി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു 5-6 കണ്ടെയ്നർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ ഗ്ലാസിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ഓവൻ ഫ്രണ്ട്ലി ആയിരിക്കും. ഇല്ലെന്ന രീതിയിൽ പ്ലാസ്റ്റിക് ആകുമ്പം അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു 5-6 കണ്ടെയ്നർ മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ ഈ കണ്ടെയ്നർ വെക്കുമ്പം ഈ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് സീറോയെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ 0 ആയിട്ട് തന്നെ കാണിക്കും. ഇനി നമ്മൾ 200 gram ആണ് റൈസ് ഇടേണ്ടത്. ഇനി ഇതുപോലെ 200 gram റൈസും അതുപോലെ തന്നെ ചിക്കൻ ഒരു 250 gram ചിക്കനും എടുക്കണം. ബ്രസ്റ്റ് പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അല്ലെന്ന് വരും സാധാ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബ്രസ്റ്റ് പീസാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു ചിക്കൻ ബ്രസ്റ്റിനകത്ത് 25 gram പ്രോട്ടീൻ ഉണ്ടാവും. ഇത് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 minutes വെച്ചതിന് ശേഷം നമ്മൾ എയർ ഫ്രയറിനകത്ത് വെച്ചാൽ മതി. എയർ ഫ്രയർ വെക്കുമ്പം ഒരു 170 degree Celsius 30 minutes വെക്കുക. 15 minutes കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോഴത്തേക്കും അത് ശരിയാവും. എൻ്റെ ചോറും ചിക്കനും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. ഒരു 200 gram റൈസും 250 gram ചിക്കനും. അപ്പം ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം 4 മണി, നിങ്ങൾ വൈകിട്ടാണ് ജിമ്മിൽ പോകുന്നതെന്ന് വരികിൽ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഒരു ബനാന, ഒരു കോഫി. നിങ്ങൾ കോഫി കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്ന് വരികിൽ ഒരു ബനാന കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും റൈസും ചിക്കനും 200 gram റൈസും 250 gram ചിക്കനും. അതാണ് നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്നതിന് ശേഷം എടുക്കുന്ന പ്രോട്ടീൻ. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തു. പ്രോട്ടീനും ചോറും ചിക്കനും കഴിച്ചു. ഇനി നമ്മൾ രാത്രിയിൽ നമ്മുടെ ഡിന്നറാണ്. ഡിന്നർ സമയത്ത് നമുക്ക് ഓട്സ് വിത്ത് ബ്ലൂബെറി. ഇത് വാം വാട്ടറിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ രാത്രി കഴിക്കുന്നത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട്. നമ്മൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നത്. ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം എന്നുകൂടിയുണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 kg ഉള്ള ഒരാളാകുമ്പോൾ നമുക്കൊരു 140 to 150, ഇനി നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 160 gram ഓഫ് പ്രോട്ടീൻ എടുക്കണം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 4 മുട്ട, അപ്പം 4 മുട്ടയുടെ വെള്ള, അതിൽ നിന്ന് തന്നെ 24 gram പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടൈമായിട്ട് നമ്മൾ ചിക്കൻ കഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ ഒരു 50 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ നമ്മൾ ഓട്സ് എടുക്കുന്നുണ്ട്, അതിൽ നിന്നും പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് വരി നമുക്ക് മുട്ടയുടെ വെള്ള ആഡ് ചെയ്യാം. എല്ലാ തവണയും നമ്മൾ ചോറും ചിക്കനും കഴിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച സലാഡ് അതിൻ്റെ ഓരോ പോർഷനായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ 1 month ഡയറ്റ്. ചേഞ്ച് ചെയ്യുന്നതായിരിക്കും 1 month കഴിയുമ്പം. അതുപോലെ തന്നെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ബൈ.